ഇ-കോമേഴ്സ് കമ്പനികളിൽ പ്രമുഖമായ ആമസോൺ വെയർഹൌസുകളിലെ ആയിരക്കണക്കിന് ജോലികൾക്ക് റോബോട്ടുകളെ ഉപയോഗിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. 2018 മുതൽ യുഎസിലെ ആമസോണിന്റെ ജീവനക്കാരുടെ എണ്ണം 3 ഇരട്ടി വർദ്ധിച്ച് ഏകദേശം 12 ലക്ഷമായിരുന്നു. ഇതിൽ 5 ലക്ഷത്തിലധികം ജോലികൾക്ക് റോബോട്ടുകളെ നിയോഗിക്കുന്നതിലൂടെ ഇത്രയും പേരുടെ ജോലി നഷ്ടമാകും. 2027 ആകുമ്പോഴേക്കും യുഎസിൽ 1.6 ലക്ഷത്തിലധികം അധിക ജീവനക്കാരെ നിയമിക്കേണ്ടതിന്റെ ആവശ്യകത തടയാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ ഓട്ടോമേഷൻ ടീമിന്റെ പ്രതീക്ഷ. സാധനങ്ങൾ എടുക്കുന്നതിനും പാക്ക് ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിലാണ് പ്രധാനമായും ഓട്ടോമേഷൻ നടപ്പാക്കുക. 2025-നും 27-നും ഇടയിൽ പ്രവർത്തന ചെലവിൽ $1,260 കോടി വരെ ലാഭിക്കാൻ ഓട്ടോമേഷന് കഴിയുമെന്നാണ് കരുതുന്നത്. 2033 ആകുമ്പോഴേക്കും വിൽപ്പന ഇരട്ടിയാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഭാവിയിലെ റോബോട്ടുകൾ ഉപയോഗിച്ചുള്ള വെയർഹൌസുകൾക്ക് മാതൃക എന്ന നിലയിൽ കഴിഞ്ഞ വർഷം യുഎസിലെ ഷ്രീവ്പോർട്ടിൽ ആമസോൺ ഒരു കേന്ദ്രം ആരംഭിച്ചിരുന്നു. 1000-ഓളം റോബോട്ടുകളാണ് ഇവിടെ പ്രവർത്തനം സജ്ജമായിട്ടുള്ളത്. 2027 അവസാനത്തോടെ ഏകദേശം 40 കേന്ദ്രങ്ങളിൽ ഈ മാതൃക പിന്തുടരാനാണ് ആമസോൺ ഉദ്ദേശിക്കുന്നത്.